ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. പേപ്പർ ക്രാഫ്റ്റ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലുള്ള ഒരു വീഡിയോസാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഞാൻ മത്സരത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്തു, പക്ഷെ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഗ്രേഡൊന്നും കിട്ടിയില്ലെന്ന്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? നമുക്ക് തുടർ വീഡിയോയിലൂടെ പഠിക്കാം. ആദ്യഘട്ടത്തിൽ 4 വീഡിയോസുകളാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 3 ഇതോടനുബന്ധിച്ചുള്ള മോഡലുകളും മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എന്തെല്ലാം മുൻകരുതൽ എടുക്കണമെന്നുള്ള ടിപ്സുമായിട്ടാണ് 4ാമത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെയുള്ള പൂക്കൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഇനി നമുക്ക് പഠിക്കാം. കളർ ഷീറ്റ് എടുത്ത് ഇതുപോലെ മടക്കിയെടുക്കുക. ഇത് 4 വശങ്ങളും തുല്യമാവാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കിയുള്ള വശങ്ങൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റുക. വീണ്ടും ഇതുപോലെ ഇതിനെ മടക്കിയെടുക്കുക. വീണ്ടും മടക്കുക. അതിനുശേഷം കട്ട് ചെയ്യുക. ഇപ്പോൾ 4 പീസുകൾ നമുക്ക് കിട്ടും. ശ്രദ്ധിക്കുക, ഒരു പീസിങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും തുല്യമാവുന്ന രീതിയിലേക്ക് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെയല്ല, ഈ ഓപ്പൺ ഇല്ലാത്ത ഭാഗമാണ് ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് മടക്കേണ്ടത്. 1 2 3. എന്നിട്ട് ആദ്യത്തെ ഭാഗം താഴോട്ട് ഇതുപോലെ മടക്കിയെടുക്കുക. ബാക്കിയുള്ള പീസുകളും ഇതുപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതിനെ വലത് സൈഡിൽ നിന്ന് കുറച്ച് ചരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഇത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും മറ്റു ഭാഗം ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്യുക. എല്ലാം വിടർത്തിയെടുക്കുക. 1 2 3 4 4 ഭാഗങ്ങൾ കിട്ടി. ആദ്യത്തെ ഭാഗത്തു നിന്ന് നമ്മൾ ഒരു മുറിവ് മാത്രം കൊടുത്തു. രണ്ടാമത്തത് അതിൽ നിന്ന് ഒരു ഇതള് മുറിച്ചെടുത്തു. അത് കളയാൻ പാടില്ല. വീണ്ടും മൂന്നാമത് നമ്മൾ 2 ഇതള് കട്ട് ചെയ്തു. വീണ്ടും നാലാമതിൽ 3 ഇതളുകളാണ് കട്ട് ചെയ്തെടുത്തത്. എന്നിട്ട് ആദ്യം കട്ട് ചെയ്ത ഭാഗം ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എളുപ്പത്തിൽ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ 2 അറ്റവും ഒട്ടിക്കുക. വീണ്ടും മറ്റു ഭാഗം എടുത്തിട്ട് ഒരു ഇതളിൻ്റെ മുകളിലോട്ട് എന്നിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചെയ്യുക.
അതിനുശേഷം ഇതളിൻ്റെ മുകളിലത്തെ അറ്റം ഇതുപോലെ പിറകോട്ട് ചുരുട്ടിയെടുക്കുക. എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ ചുരുട്ടിയെടുക്കുക. പശ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇതിൻ്റെ അടിഭാഗം കുറച്ച് കട്ട് ചെയ്യുക. ഇതിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെ പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യുക. വീണ്ടും മടക്കിയെടുക്കുക. ഒരു ഭാഗം എടുത്തിട്ട് ഇതുപോലെ ചെയ്യുക. ഇതുപോലെ മടക്കിയെടുക്കുക. ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ആദ്യം ഓപ്പൺ ഇല്ലാത്ത ഭാഗത്തും പിന്നീട് ഓപ്പൺ ഉള്ള ഭാഗത്തുമാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഒരു പേപ്പർ എടുത്തിട്ട് ചുരുട്ടിയെടുക്കുക. എന്നിട്ട് പശ ഉപയോഗിച്ച് ഒട്ടിക്കുക. ഒരറ്റം കട്ട് ചെയ്ത് മറ്ററ്റത്ത് ഇതുപോലെ അകത്ത് കട്ട് ചെയ്യുക. ഇതുപോലെ ഇല കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ചെറുതായിട്ട് ഇതിൻ്റെ അറ്റം ഇതുപോലെ മുറിച്ചെടുക്കുക.
ഈ ഭാഗം ഗ്രീൻ ടാപ്പ് വെച്ച് കവർ ചെയ്യുക. ഇതുപോലെ ചുരുട്ടിയെടുക്കുക. എല്ലാവർക്കും മനസ്സിലായല്ലോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.